ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 3 പുതിയ റെയിൽവേ ലൈനുകളുടെ തറക്കല്ലിടൽ ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിച്ചു. BAPS സന്നദ്ധ പ്രവർത്തക സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യത്തിനും ജനങ്ങൾക്കും ഏത് സാഹചര്യത്തിലും സംരക്ഷണം നൽകാൻ സൈന്യശക്തി സജ്ജരാണെന്ന് സായുധസേന പതാകദിന സന്ദേശത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഹരിയാനയിൽ തുടക്കം കുറിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരള സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 2ാം ടെസ്റ്റ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഒഡീഷയിൽ 3 പുതിയ റെയിൽവേ ലൈനുകളുടെ തറക്കല്ലിടൽ ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിച്ചു. സൌത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ കീഴിൽ വരുന്ന പുതിയ റെയിൽ ലൈനുകൾ ഒഡീഷയിലെ പ്രധാന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കും. ഇത് കണക്ടിവിറ്റി വളരെയധികം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും മേഖലയിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ଏଥିପାଇଁ ଦେଶର ବିଭିନ୍ନ ସ୍ଥାନରେ ଆଦିବାସୀ ସଂଗ୍ରହାଳୟମାନଙ୍କର ମଧ୍ୟ ପ୍ରତିଷ୍ଠା କରାଯାଉଛି. ଭାରତ ସରକାରଙ୍କ ଆଦିବାସୀ ବ୍ୟାପାର ମନ୍ତ୍ରଣାଳୟ ରାୟରଙ୍ଗପୁରଠାରେ ଏକ ଆଦିବାସୀ ଗବେଷଣା ଓ ବିକାଶ କେନ୍ଦ୍ରକୁ ମଞ୍ଜୁର କରିଛନ୍ତି, ଯାହା ରାଜ୍ୟ ସରକାର ଦ୍ୱାରା ମଧ୍ୟ ବିକଶିତ ହେଉଅଛି. ଚଳିତ ବର୍ଷ ଗାନ୍ଧୀ ଜୟନ୍ତୀ ଦିନ ପ୍ରଧାନମନ୍ତ୍ରୀ ଶ୍ରୀ ନରେନ୍ଦ୍ର ମୋଦି ଭାରତୀୟ ସ୍ତରରେ ଧରତୀୟ ବା ଜନଜାତୀୟ ଗ୍ରାମ ଉତ୍କର୍ଷ ଅଭିଯାନର ଶୁଭାରମ୍ଭ କରିଥିଲେ. ഒഡീഷയിൽ 5 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ഇന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് ബിഹാർ സന്ദർശിക്കും. കിഴക്കൻ ചമ്പാരൻ ജില്ലയിലെ മോത്തിഹാരിയിൽ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ 2ാം ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിവിധ UG, PG, PhD കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകളും ബിരുദങ്ങളും ഉപരാഷ്ട്രപതി സമ്മാനിക്കും. BAPS സന്നദ്ധ പ്രവർത്തക സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന ബോച്ച സന്യാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ സൻസ്ഥ BAPS കാര്യകർ സുവർണ മഹോത്സവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയവർ പങ്കെടുക്കും. 30 രാജ്യങ്ങളിൽ നിന്നുള്ള 1 ലക്ഷം സന്നദ്ധ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും. ഒരു വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഈ വർഷം ജനുവരിയിൽ സൂററ്റിലാണ് തുടക്കമായത്. രാജ്യത്തുടനീളം 85 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള കേന്ദ്ര മന്ത്രിസഭാ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം പരമാവധി പ്രാപ്യമാക്കാൻ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട മറ്റൊരു വലിയ തീരുമാനമാണിതെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇതിലൂടെ ധാരാളം വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുന്നതിനൊപ്പം നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തൊടുപുഴയിലാണ് പുതിയ കേന്ദ്രീയ വിദ്യാലയം നിലവിൽ വരുന്നത്. രാജ്യത്തുടനീളമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി മെട്രോയുടെ 4ാം ഘട്ടത്തിന് കീഴിലുള്ള റിത്താല കുണ്ഡ്ലി ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഡൽഹി ഹരിയാന യാത്ര കൂടുതൽ സുഗമമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഡൽഹി മെട്രോ 4ാം ഘട്ട പദ്ധതിക്ക് കീഴിലുള്ള ഇടനാഴിക്ക് ഇന്നലെയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പദ്ധതി അടുത്ത 4 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തൽ. സായുധസേന പതാക ദിനത്തിൽ രാജ്യത്തെ സൈനികർക്കും മുൻ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആശംസകൾ നേർന്നു. രാജ്യത്തെ വീരസൈനികരുടെ ത്യാഗങ്ങൾക്ക് ആദരവർപ്പിക്കുന്ന അവസരമാണിതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏത് സാഹചര്യത്തിലും സംരക്ഷണം നൽകാൻ നമ്മുടെ സൈന്യശക്തി സജ്ജരാണെന്നും വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. यह दिन हमारे वीर जवानों और पूर्व सैनिकों के अदम्य साहस, त्याग और समर्पण को रिकॉग्नाइज करने का अवसर है. हमारी आर्म्ड फोर्सेस हमारे लिए एक मजबूत सुरक्षा कवच हैं, जो हर परिस्थिति में हमें प्रोटेक्ट करने के लिए तत्पर रहती हैं. सशस्त्र सेना झंडा दिवस हमें यह संदेश और साथ ही यह अवसर भी देता है कि हम सेवानिवृत्त सैनिकों, उनके परिवारों और वीर नारियों के प्रति अपनी जिम्मेदारियों को निभाएं.
രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഔദ്യോഗിക സന്ദർശനത്തിനിടെ മോസ്കോയിൽ നടക്കുന്ന ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 21ാമത് മീറ്റിംഗിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാർ പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധം, സൈനികം, വ്യാവസായിക സഹകരണം ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ള ഉഭയകക്ഷി ബന്ധം നേതാക്കൾ അവലോകനം ചെയ്യും. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായ 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കം. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ ഹരിയാനയിലെ പഞ്ച്കുലയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ 347 ജില്ലകളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. രോഗനിർണയത്തിന് നേരിടുന്ന കാലതാമസവും മരണനിരക്കും കുറയ്ക്കുന്നതിനും ചികിത്സാ ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ തീവ്രയജ്ഞ പരിപാടിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടികൾ സുതാര്യമാണെന്നും മറച്ചുവെക്കാനൊന്നുമില്ലെന്നും മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ടിലെ നീക്കം ചെയ്തുവെന്ന് പറയപ്പെടുന്ന പേജുകൾ പുറത്തുവരുന്നതിൽ സർക്കാരിന് ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ ഇന്ന് ഉത്തരവില്ല. വിവരാവകാശ കമ്മീഷനിൽ പുതിയ ഒരു പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് പൂർണ്ണ റിപ്പോർട്ട് പുറത്തുവിടാനാകാത്തതെന്നാണ് വിവരം. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കുവക്കാട് ഇന്ന് കർദിനാളായി ഉയർത്തപ്പെടും. ഇന്ത്യൻ സമയം രാത്രി 9-ന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുക. ഇന്ത്യൻ സഭാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വൈദികൻ നേരിട്ട് കർദിനാളാകുന്നത്. മറ്റ് 20 പേരും ഇന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയരും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, കൊടിക്കുന്നിൽ സുരേഷ് MP, MLA മാർ ഉൾപ്പെടെ മലയാളി പ്രതിനിധി സംഘം സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വത്തിക്കാനിലെത്തി. അഡ്ലെയ്ഡ് ഓവലിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 2ാം ടെസ്റ്റ് പുരോഗമിക്കുന്നു. ഇന്ത്യയ്ക്കെതിരെ 1-86 എന്ന നിലയിലാണ് ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിച്ചത്. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓസ്ട്രേലിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ് നേടി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി 8ാം പതിപ്പിന് ഒമാനിലെ മസ്കറ്റിൽ ഇന്ന് തുടക്കം. 2025-ൽ ചിലിയിൽ നടക്കാനിരിക്കുന്ന FIH ജൂനിയർ ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരമാണ് ജൂനിയർ ഏഷ്യാകപ്പ്. ഇന്ത്യൻ ടീമിനെ ക്യാപ്റ്റൻ ജ്യോതി സിംഗ് നയിക്കും. നാളെ ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാൾ FCയെ നേരിടും. രാത്രി 7:30-ന് 2ാം മത്സരത്തിൽ ബംഗളൂരു FC കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. പശ്ചിമേഷ്യൻ രാജ്യത്തിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാരോട് കേന്ദ്രം നിർദ്ദേശിച്ചു. നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാരോട് പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഖത്തറിൽ ഇന്ന് നടക്കുന്ന ദോഹ ഫോറത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പങ്കെടുക്കും. ദി ഇന്നൊവേഷൻ ഇംപറേറ്റീവ് എന്ന പ്രമേയത്തിൽ ദോഹ ഫോറത്തിന്റെ 22ാം പതിപ്പാണിത്. നാളെ ബഹ്റൈനിലെത്തുന്ന അദ്ദേഹം ഖത്തർ വിദേശകാര്യമന്ത്രിയുമായി ചേർന്ന് 4ാമത് ഇന്ത്യ ബഹ്റൈൻ ഹൈ ജോയിന്റ് കമ്മീഷന്റെ അധ്യക്ഷത വഹിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഊർജ്ജ വീർ പദ്ധതി കേന്ദ്രമന്ത്രി മനോഹർ ലാലും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ചേർന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ കാര്യക്ഷമതയും പുനരുപയോഗ ഊർജ്ജ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മഹാരാഷ്ട്ര നിയമസഭയുടെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് ഇന്ന് മുംബൈയിൽ തുടക്കമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് ഗുജറാത്ത് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ അഹമ്മദാബാദിൽ 70 കിടക്കകളുള്ള ഗ്ലോബൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. അഹമ്മദാബാദിൽ നടക്കുന്ന ഗുജറാത്ത് ലോക് സേവാ ട്രസ്റ്റിന്റെ വാർഷിക ഉത്സവത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 3 പുതിയ റെയിൽവേ ലൈനുകളുടെ തറക്കല്ലിടൽ ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിച്ചു. BAPS സന്നദ്ധ പ്രവർത്തക സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യത്തിനും ജനങ്ങൾക്കും ഏത് സാഹചര്യത്തിലും സംരക്ഷണം നൽകാൻ സൈന്യശക്തി സജ്ജരാണെന്ന് സായുധ സേനാ പതാക ദിന സന്ദേശത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ ഹരിയാനയിൽ തുടക്കം കുറിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരള സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ.
ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ രണ്ടാം ടെസ്റ്റ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.